11 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സൽ ഫംഗ്ഷൻ അഥവാ ഒരു എക്സൽ ഫോമുലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സം, ആവറേജ്, കൗണ്ട്, വേരിയൻസ് എന്നിങ്ങനെ 11 ടൈപ്പ് ഓഫ് ടോട്ടൽസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്ന സബ് ടോട്ടൽ ഫംഗ്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ 11 ടൈപ്പ് ഓഫ് അഗ്രിഗേഷൻസ് നമുക്ക് തരുന്നു എന്നതിന് പുറമെ മറ്റ് 2 പ്രത്യേകതകൾ കൂടെ സബ് ടോട്ടൽ ഫംഗ്ഷനുണ്ട്. ഒന്ന്, വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ മാത്രം ടോട്ടൽ, അതായത് ഹൈഡ് ചെയ്യപ്പെട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിനെ ഒഴിവാക്കി വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ മാത്രം ടോട്ടൽ റിട്ടേൺ ചെയ്യാൻ ഒരു ഓപ്ഷൻ സബ് ടോട്ടൽ ഫംഗ്ഷനിലുണ്ട്. 2, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ ഡേറ്റാ സെറ്റുകളുടെ ഇടയിൽ സബ് ടോട്ടൽസ് ക്രിയേറ്റ് ചെയ്യാനും പിന്നീട് അവയുടെ ഗ്രാൻഡ് ടോട്ടൽ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയാണ് സബ് ടോട്ടൽ ഫംഗ്ഷൻ ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത്. ഇങ്ങനെ സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് സബ് ടോട്ടൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ 2 പാർട്ടായിട്ട് കാണാം. ആദ്യത്തെ പാർട്ടിൽ സബ് ടോട്ടൽ ഫംഗ്ഷൻ്റെ സിൻടാക്സ്, പിന്നീട് സബ് ടോട്ടൽ ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നത് വിശദീകരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടിൽ സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു വലിയ ഡേറ്റാ സെറ്റിനിടയിൽ സബ് ടോട്ടൽസും പിന്നീട് ഗ്രാൻഡ് ടോട്ടലും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നത് വിശദീകരിക്കുന്നു. അപ്പോൾ സബ് ടോട്ടൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ കാണുന്ന വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കുക. ഇവിടെ പെൻസിൽ, പെൻ, ഇറേസർ, നോട്ട്ബുക്ക് എന്നിങ്ങനെ കുറച്ച് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അടുത്ത കോളത്തിൽ ഈ ഐറ്റംസ് വാങ്ങാനായിട്ട് ചിലവാക്കിയ തുകകൾ. ഇനി ഈ എമൗണ്ട്സിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഞാനിവിടെ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഈക്വൽ സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എമൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ കാണുന്ന സെല്ലുകളിലുള്ള തുകകളുടെ ആകെത്തുക അഥവാ ടോട്ടൽ സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇനി ഈ കാണുന്നവയിൽ 1-2 ഐറ്റംസ് മാത്രം നമുക്ക് കണ്ടാൽ മതി എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് പെൻസിൽ, നോട്ട്ബുക്ക് എന്നീ 2 ഐറ്റംസ് മാത്രം മതി നമുക്ക്. അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഡേറ്റ ടാബിൽ പോവുക, ഫിൽറ്റർ, ഐറ്റം എന്ന കോളത്തിലെ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുന്നു. നോട്ട്ബുക്ക്, പെൻസിൽ എന്നീ 2 ഐറ്റംസ് മതി നമുക്ക്. ഇറേസറിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു, പെൻ, ഓക്കെ. നോക്കുക, പെൻസിൽ, നോട്ട്ബുക്ക് എന്നീ 2 ഐറ്റംസ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇനി ഇവയ്ക്ക് നേരെയുള്ള എമൗണ്ട്സ് നോക്കുക. 100, 100, 100, 200, 200, 400, 600, 600, 100, 700, 700, 300, 1000. അതേസമയം സം ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിലെ ടോട്ടൽ നോക്കുക. ആ ടോട്ടലിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് ഇവിടെ ഹൈഡ് ചെയ്യപ്പെട്ടുള്ള സെല്ലുകളിലെ വാല്യൂസ് കൂടെ ചേർത്തിട്ടാണ് സം ഫംഗ്ഷൻ ടോട്ടൽ റിട്ടേൺ ചെയ്യുന്നത്. ഇത്തരം കേസുകളിൽ, അതായത് വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ മാത്രം സം, അതല്ലെങ്കിൽ ആവറേജ്, അതുമല്ലെങ്കിൽ കൗണ്ട് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ് ടോട്ടൽ ഫംഗ്ഷനാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നു, ക്ലിയർ ഫിൽറ്റർ. ഈ കോളത്തിലുള്ള അതേ വാല്യൂസ് തന്നെയാണ് അടുത്ത കോളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എമൗണ്ട്സിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഈക്വൽ സബ് ടോട്ടൽ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷനുള്ളിൽ ആവറേജ്, കൗണ്ട്, കൗണ്ടേ തുടങ്ങി വേരിയൻസ് വരെ 11 ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ 11 ഓപ്ഷൻസ് ഒരു തവണ കൂടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ 2 സെറ്റ് ഓഫ് ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വഴിയെ പറയാം. നമുക്കിപ്പോൾ വേണ്ടത് ഈ കാണുന്ന വാല്യൂസിൻ്റെ ടോട്ടലാണ്. ആ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഒന്നുകിൽ സമ്മിന് നേരെയുള്ള 9 എന്ന സംഖ്യയോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റെഫ് 1 അഥവാ റെഫറൻസ് 1, എമൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത അതേ തുക തന്നെ സബ് ടോട്ടൽ ഫംഗ്ഷനും റിട്ടേൺ ചെയ്തു. ഇനി ഈ ഡേറ്റാ സെറ്റിൽ വീണ്ടും നമുക്ക് ഫിൽറ്റർ അപ്ലൈ നോക്കാം. നമുക്ക് വേണ്ടത് നോട്ട്ബുക്ക്, പെൻസിൽ എന്നീ 2 ഐറ്റംസ് മാത്രമാണ്. ഇറേസറിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു, പെൻ, ഓക്കെ. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടത് കാണാം. 100, 100, 100, 200, 200, 400, 600, 600, 700, 700, 300, 1000. അതായത് വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളുടെ വാല്യൂസിൻ്റെ സമ്മാണ് സബ് ടോട്ടൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. മറ്റൊരു ഐറ്റം കൂടെ ആഡ് ചെയ്ത് നോക്കാം, ഇറേസർ, ഓക്കെ. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടു. ഇറേസർ എന്ന ഐറ്റത്തിൻ്റെ എമൗണ്ട്സ് കൂടെ ചേർത്തിട്ടാണ് സബ് ടോട്ടൽ ഫംഗ്ഷൻ ടോട്ടൽ റിട്ടേൺ ചെയ്യുന്നത്. ഇനി സബ് ടോട്ടൽ ഫംഗ്ഷനുള്ളിലെ 2 സെറ്റ് ഓഫ് ഓപ്ഷൻസ് എന്തിനാണെന്ന് നോക്കാം. ആവറേജ്, കൗണ്ട്, കൗണ്ടേ, വേരിയൻസ് എന്നിങ്ങനെ 11 ഓപ്ഷൻസ് 1 മുതൽ 11 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും ഇതേ ഓപ്ഷൻസ്
101 മുതൽ 111 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട് രണ്ടാമതൊന്നുകൂടി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് സെറ്റ് ഓഫ് ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇതിൽ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിനെ മാത്രം കൺസിഡർ ചെയ്ത് ആ വാല്യൂസിൻ്റെ ടോട്ടലാകും റിട്ടേൺ ചെയ്യാം. അതേസമയം ഇവിടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള സെല്ലുകളിലെ വാല്യൂസിൻ്റെ കൂടെ മാനുവലി ഹൈഡ് ചെയ്യപ്പെട്ടുള്ള സെല്ലുകളുടെ വാല്യൂസിനോട് ചേർത്തിട്ടാകും ടോട്ടൽ റിട്ടേൺ ചെയ്യാം. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നു. ഇനി ഈ കാണുന്നവയിൽ 2-3 വരികൾ ഞാൻ ഹൈഡ് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക്, ഹൈഡ്. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിലെ വാല്യൂവിന് മാറ്റമൊന്നും വന്നിട്ടില്ല. വീണ്ടും ഒന്നുകൂടെ 2 വരികൾ ഞാൻ ഹൈഡ് ചെയ്യുന്നു. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന് മാറ്റമൊന്നുമില്ല. കാരണം സബ് ടോട്ടൽ ഫംഗ്ഷനിലെ ആദ്യത്തെ സെറ്റിലുള്ള സമ്മാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് ഓപ്ഷൻസിലെ സം ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. വരികളെ ഞാൻ അൺഹൈഡ് ചെയ്യുന്നു. വീണ്ടും ഈ കാണുന്ന എമൗണ്ട്സിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഈക്വൽ സബ് ടോട്ടൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇത്തവണ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഓപ്ഷൻസിൽ നിന്ന് സമ്മ് സെലക്ട് ചെയ്യുന്നു. നോക്കുക, 9ന് പകരം 109 ഇവിടെ വന്നിരിക്കുന്നത്. കോമ, എമൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി വീണ്ടും ഇവിടെയുള്ള 3 വരികൾ ഞാൻ ഹൈഡ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഹൈഡ്. നോക്കുക, ഇത്തവണ സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടു. ഈ രണ്ട് സെല്ലുകളുടെയും ഫോമുലകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ സബ് ടോട്ടൽ ഫംഗ്ഷനുള്ളിൽ ആദ്യത്തെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ 9 ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെല്ലിൽ 9ന് പകരം 109. ഇനി അടുത്ത ഉദാഹരണത്തിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് വളരെ പെട്ടെന്ന് സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് വിസിബിൾ ആയിട്ടുള്ള വരികളുടെ കൗണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വരികളെ ഞാൻ അൺഹൈഡ് ചെയ്യുന്നു. ഈ സെല്ലിൽ ഈക്വൽ സബ് ടോട്ടൽ വിസിബിൾ ആയിട്ടുള്ള വരികളുടെ കൗണ്ട് കണ്ടെത്താനായിട്ട് കൗണ്ട് എ, കോമ, ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഇനി ഇവിടെ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നോക്കുക, ഇവിടെ ഇപ്പം 6 വരികളാണുള്ളത്. അതിനനുസരിച്ച് സബ് ടോട്ടൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടു. വീണ്ടും മറ്റൊരു ഐറ്റം കൂടെ ആഡ് ചെയ്ത് നോക്കാം. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കൗണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡേറ്റാ സെറ്റിൽ സബ് ടോട്ടൽസും ഗ്രാൻഡ് ടോട്ടലും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ 2019 4 ക്വാർട്ടേഴ്സിലെ സെയിൽസ് ആണ് കാണുന്നത്. ഇനി ഈ സെയിൽസ് എമൗണ്ട്സിൻ്റെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഇവിടെ സം ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന കാണാം. വീണ്ടും 2020 സെയിൽസ്, അവയുടെ ടോട്ടൽ, 2021, 2021 ടോട്ടൽ. ഇനി ഈ കാണുന്ന തുകകളുടെ ആകെത്തുക, അതായത് ഗ്രാൻഡ് ടോട്ടൽ കണ്ടെത്താനായിട്ട് ഞാനിവിടെ സം ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക നോക്കാം. ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, എൻ്റർ. നോക്കുക, സം ഫംഗ്ഷൻ നമുക്ക് കിട്ടേണ്ടുന്ന തുകയുടെ ഡബിൾ ആകും റിട്ടേൺ ചെയ്യാം. കാരണം ഈ സബ് ടോട്ടൽസ് നമുക്കിവിടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ സബ് ടോട്ടൽ സെലക്ട് ചെയ്യുന്നു, കോമ, 2020 ടോട്ടൽ, കോമ, 2021, എൻ്റർ. നോക്കുക, ഇത്തവണ നമുക്ക് ആവശ്യമുള്ള തുകയാണ് സം ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത്. പക്ഷേ ഈ മെത്തേഡിൻ്റെ കുഴപ്പം ഇതാണ്, ഇവിടെ ഇപ്പോൾ 3 വർഷത്തെ ഡേറ്റ മാത്രമാണുള്ളത്. അതേസമയം ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു 15 വർഷത്തെ ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. അത്തരം കേസിൽ ഇങ്ങനെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ടൊരു കാര്യമല്ല. സോ ഈ രീതിയിലുള്ള ഡേറ്റയെ കൈകാര്യം ചെയ്യാനാണ് സബ് ടോട്ടൽ ഫംഗ്ഷൻ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇടതുവശത്ത് കാണുന്ന അതേ ഡേറ്റ തന്നെയാണിത്. സോ സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡേറ്റയ്ക്ക് സബ് ടോട്ടൽസും അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടലും വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന എമൗണ്ട്സിൻ്റെ ടോട്ടൽ കിട്ടാനായിട്ട് ഈക്വൽ സബ് ടോട്ടൽ സം, കോമ, എമൗണ്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ.
ഇനി ഈ ഫോമുല ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. വീണ്ടും ഈ സെല്ലിലെ ഫോമുല കോപ്പി ചെയ്യുന്നു, അതിനുവേണ്ടി Ctrl+C, ഇവിടെ Ctrl+V. ഇനി ഈ കാണുന്ന സെയിൽസ് എമൗണ്ട്സിൻ്റെ ടോട്ടൽ കിട്ടാനായിട്ട് ഈക്വൽ സബ് ടോട്ടൽ സം കോമ ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഇവിടെയുള്ള സബ് ടോട്ടൽസിനെ ഒഴിവാക്കിക്കൊണ്ട് സെയിൽസ് എമൗണ്ടുകളുടെ മാത്രം ഗ്രാൻഡ് ടോട്ടലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. കാരണം സബ് ടോട്ടൽ ഫംഗ്ഷൻ ടോട്ടൽ റിട്ടേൺ ചെയ്യുമ്പോൾ സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് സെല്ലുകളുടെ വാല്യൂസിനെ ഇഗ്നോർ ചെയ്യും. ഇനി ഇങ്ങനെ സബ് ടോട്ടൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് കൂടെ നോക്കാം. ഉദാഹരണത്തിന് എല്ലാ വർഷങ്ങളിലെയും ആദ്യത്തെ 2 ക്വാർട്ടറിലെ മാത്രം സെയിൽസിൻ്റെ ടോട്ടൽ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കാം. അതിനുവേണ്ടി ഈ വരികളെ ഞാൻ ഹൈഡ് ചെയ്യുന്നു. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെട്ടു. വീണ്ടും ഹൈഡ്. നോക്കുക, സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലുകളുടെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. സബ് ടോട്ടൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. സബ് ടോട്ടൽ ഫംഗ്ഷനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഫംഗ്ഷൻ എക്സൽ ഉണ്ട്. അത് അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ്. 19 ടൈപ്പ് ഓഫ് ടോട്ടൽസ് അഥവാ 19 ടൈപ്പ് ഓഫ് അഗ്രിഗേഷൻസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നു എന്നതിന് പുറമെ എറർ വാല്യൂസിനെ ഇഗ്നോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അഗ്രിഗേറ്റ് ഫംഗ്ഷനിലുണ്ട്. അഗ്രിഗേറ്റ് ഫംഗ്ഷനെ കുറിച്ച് പിന്നീടൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.